ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ക്ലീനിങ് ആട്ടോ, അതായത് കിച്ചൺ ക്ലീനിങ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. ഇതിന് മുന്നേ എനിക്ക് റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആണ് കിച്ചൺ ക്ലീനിങ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒന്ന് കാണിക്കുമോ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല മൂന്നാല് തവണ വന്ന ഒരു കമൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് കിച്ചൺ അങ്ങനെ ക്ലീൻ ചെയ്യുന്ന അധികം ഞാൻ അങ്ങനെ വീഡിയോസായിട്ട് എടുക്കാറില്ല. നമ്മൾ അന്നന്ന് ചെയ്തു പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡീപ്പായിട്ട് ഞാൻ അങ്ങനെ ആഴ്ചയിൽ ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ വയ്യാതായതിന് ശേഷം അങ്ങനെ ആ ഒരു 2 ആഴ്ച എന്നൊക്കെ ഉള്ളത് അങ്ങ് കുറച്ചു. ഇപ്പം കുറച്ച് ദിവസമായി ഞാൻ ക്ലീൻ അങ്ങനെ നല്ലപോലെ ചെയ്തിട്ട് എല്ലാം അടിക്ക് പറക്കിയൊക്കെ വെച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ദിവസമായി. ഇപ്പം ഈ ബെഡ് റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വിധം ഓക്കെ ആയി വന്നപ്പം തൊട്ടാണ് ഞാൻ പിന്നെ ഓരോന്ന് പതിയെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്ന് ഞാനൊന്ന് കിച്ചൺ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതാട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് വീഡിയോ ആക്കി നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഈ സൈഡിലൊക്കെ ഇരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കുറച്ച് ഉണക്കമീനാട്ടോ. ഇതൊന്ന് നനവ് തട്ടി തുടങ്ങി, ചൂട് കയറിയിട്ട് ഇനി ഈർപ്പം അടിച്ചതാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ അതൊന്ന് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് നെത്തോലി, പിന്നെ ഈ നെത്തോലിയുടെ തന്നെ ചെറുതുണ്ട് കേട്ടോ, അതാണ് ഞാൻ ആദ്യം കാണിച്ചത്. അത് വലിയ കുഴപ്പമില്ല. പിന്നെ മത്തിയാട്ടോ. അപ്പോൾ ഇത് രണ്ടും ഒരു പാത്രത്തിലാക്കി ഒന്ന് വെയിലത്ത് വെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വെറുതെ അങ്ങനെ കൊണ്ടുപോകുകയാണെങ്കിൽ കാക്കയൊക്കെ കോരിക്കൊണ്ട് പോകും. പരന്ത് നല്ല രീതിയിൽ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു വട്ടം റാഞ്ചി എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് ഞാൻ നെറ്റിട്ടിട്ട് റബ്ബറൊക്കെ ഇട്ടിട്ട്, അത് നമ്മൾ ഈ ഉള്ളിയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു നെറ്റാട്ടോ, അതും കൂടി ഇട്ടിട്ട് ഞാൻ അങ്ങനെ കൊണ്ടുവച്ചു. ഇവിടെ നിൽക്കുന്നവരെ അതവിടെ ഇരിക്കട്ടെ. പിന്നെ കിച്ചൺ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളമാണ് എടുക്കുന്നത് ഒരു പാത്രത്തിൽ. പിന്നെ ബിമ്മിൻ്റെ ലിക്വിഡ് ആട്ടോ, ഡിഷ് വാഷ്, അതും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ തികച്ച് വേണ്ട. പിന്നെ വാനില എസൻസ് ഒരു 3-4 ഡ്രോപ്സ് ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. പിന്നെ ഒരു ചെറിയൊരു ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. സ്പ്രേ ബോട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്തെടുക്കുക. അതിൻ്റെ അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു ബോട്ടിലിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ ഹോൾ അതിൻ്റെ അടുപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ സ്പ്രേ ചെയ്തിട്ട് അവിടെ തുടച്ച് വൃത്തിയാക്കുവാണെങ്കിൽ ഈ എണ്ണ മെഴുക്കൊന്നും ഉണ്ടാവത്തേയില്ല. നല്ല രീതിയിൽ അത് ക്ലീനായി കിട്ടുകയും ചെയ്യും. നല്ലൊരു സ്മെല്ലും ആണ് കേട്ടോ. ഇത് നല്ലൊരു മണമാണ് അവിടെ ഇങ്ങനെ. ആ ഒരു നമ്മൾ എണ്ണ മെഴുകൊക്കെ വരുമ്പോഴത്തേക്ക് വല്ലാത്ത സ്മെല്ലൊക്കെ വരത്തില്ലേ, ഇത് അതൊന്നും ഇല്ല. തുടച്ച് കഴിയുമ്പോൾ നല്ലൊരു മണമൊക്കെ കിട്ടും. പിന്നെ ഇതിനകത്ത് വിനാഗിരി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ വിനാഗിരി ഈ ടൈലായതുകൊണ്ട് ഞാൻ ടൈലിൻ്റെ മുകളിൽ വിനാഗിരി ഒഴിച്ച അത്ര ഇതായിരിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല. പിന്നെ നമുക്ക് ഈ അടുപ്പിൻ്റെ മുകളിലൊക്കെ തുടച്ച് നല്ല രീതിയിൽ വൃത്തിയാക്കി കിട്ടും കേട്ടോ. ഒരിത്തിരി പോലും എണ്ണ മെഴുക്കൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കും. ഞാനിത് ആ ഒരു സൈഡെല്ലാം തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ജോലി ഇങ്ങനെ, അതായത് നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഓരോ സൈഡായിട്ട് ഒതുക്കിയേ വരത്തുള്ളൂ. എല്ലാം വാരി ഇങ്ങ് വെളിയിലിട്ടിട്ട് ഇങ്ങനെ ഒതുക്കാൻ നിൽക്കത്തില്ല. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും ഒരു ശാരീരിക ബുദ്ധിമുട്ട് പെട്ടെന്ന് ഉണ്ടാവുകയാണെങ്കിൽ നമ്മളെല്ലാം കൂടെ എടുത്ത് ഇങ്ങനെ വെളിയിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കത് എടുത്ത് വെക്കാൻ നമുക്ക് ചിലപ്പം പറ്റിയെന്ന് വരത്തില്ല. എൻ്റെ ഹെൽത്തിൻ്റെ വെച്ചിട്ടാട്ടോ. പിന്നെ എല്ലാവർക്കും നല്ല ആരോഗ്യമുള്ളവർ ഒരു ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്താൽ മതി. പക്ഷേ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. നേരത്തെ ഞാൻ അങ്ങനെയായിരുന്നു ചെയ്യുന്നത്. എല്ലാം വാരി വെളിയിൽ വെച്ചതിന് ശേഷം പിന്നെ എല്ലായിടും തുടച്ച് വൃത്തിയാക്കി പിന്നെ ബാക്കിയുള്ളതെല്ലാം കഴുകി പറക്കി അങ്ങനെയായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. ഒത്തിരി പണിയാണ്. പിന്നീട് ആ ഒരു സമയത്ത് എനിക്ക് അങ്ങനെ നിന്ന് ചെയ്ത് എനിക്ക് നല്ല ബുദ്ധിമുട്ടും വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ ഓരോ സൈഡ് ഇങ്ങനെ ഒതുക്കിയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കോർണറിലൊക്കെ തുടച്ചൊന്ന് വൃത്തിയൊക്കെ ആക്കി, അത് കഴിഞ്ഞ് ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയൊക്കെ ആക്കുന്നുണ്ട്. പിന്നെ ആ വെള്ള ടൈലിനകത്തൊക്കെ നിറയെ അഴുക്ക് വരും കേട്ടോ. എന്തെന്ന് വെച്ചാൽ നമ്മളുടെ അടുപ്പ് ഇങ്ങനെ ചേർന്നല്ല ഇരിക്കുന്നത്. ഒന്നത്തെ കാര്യം അധികം സ്ഥലവും ഇല്ല കേട്ടോ കിച്ചണിൽ. ആ ഒരു കാണുന്ന ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് അധികം സ്ഥലക്കുറവുള്ളതുകൊണ്ട് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് വെക്കുമ്പോഴത്തേക്ക് നല്ലൊരു ബുദ്ധിമുട്ടാണ് ഒന്നത്തെ കാര്യം. അതുകൊണ്ടാണ് എല്ലാ സാധനവും കൂടെ വലിച്ചിങ്ങനെ ഇറക്കാത്തത്. പിന്നെ ആ വെള്ള ടൈലിനകത്ത് കറി തെറിക്കും. നമ്മളിങ്ങനെ കറി വെക്കുമ്പോഴത്തേക്ക് ഓരോന്ന് വെക്കുമ്പോൾ അതിങ്ങനെ തെറിച്ച് അങ്ങോട്ട് വീഴും. അതുകൊണ്ട് അത് ഞാൻ എല്ലാ ദിവസവും തുടയ്ക്കും കേട്ടോ. തുടച്ചാലും നമുക്ക് വെള്ളം തൊട്ടൊക്കെ തുടച്ചാലും പിന്നെ ആ ഒരു മെഴുക്ക് ഇങ്ങനെ എണ്ണ മെഴുക്കൊക്കെ ഇങ്ങനെ ആ ഒരു കളർ പോലെ ഇരിക്കും. അതുകൊണ്ട് നമ്മൾ ഇത് വെച്ച് തുടയ്ക്കുവാണെങ്കിൽ, ഈ ലിക്വിഡ് വെച്ച് ഒഴിച്ച് തുടയ്ക്കുവാണെങ്കിൽ ആ ഒരു എണ്ണ മെഴുക്കൊന്നും കാണത്തില്ല കേട്ടോ. അത് ഫുള്ള് ക്ലീനായി നല്ല രീതിയിൽ കിട്ടും. പിന്നെ മിക്സി ആയാലും നമ്മൾ കുറച്ച് ആ ഒരു തുടയ്ക്കുന്ന ആ തുണിക്കകത്ത് കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ ആ മിക്സിയൊക്കെ തുടച്ചെടുക്കുമ്പോൾ നല്ല രീതിയിൽ ക്ലീനായി കിട്ടും. അഴുക്കെല്ലാം പോയിട്ട് നന്നായിട്ട് വരും. വൈറ്റ് കളറായത് ഓഫ് വൈറ്റ് ആണ് മിക്സി, അതുകൊണ്ട് എപ്പോഴും അഴുക്കാവും കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുടച്ചില്ലെങ്കിൽ അത് നല്ല രീതിയിൽ കറുത്ത് പോവും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി കൊടുക്കാറുണ്ട്. പിന്നെ
എനിക്ക് ഇതിന് മുന്നും ഇപ്പോഴും ഒക്കെ വരുന്ന ഒരു കമൻറ്റാണ്. അതായത് ഞാൻ ആ ഒരു ബെഡ് റെസ്റ്റ് എടുത്തിരുന്ന സമയത്ത്, അതായത് എനിക്ക് ഡിസ്കിന് പ്രശ്നമൊക്കെ ആയിട്ട് ബെഡ് റെസ്റ്റ് എടുത്തിരുന്ന ഒരു സമയത്ത് ഞാൻ അത്യാവശ്യം ജോലികൾ ഞാൻ എന്നിട്ട് പോലും ചെയ്യുന്നുണ്ട്. ഞാൻ ജോലി ചെയ്യാതിരിക്കുന്നില്ലായിരുന്നു. പിന്നീട് അമ്മയൊക്കെ വന്നപ്പോഴാണ് പിന്നീട് എനിക്ക് റെസ്റ്റ് കിട്ടിയത്. എന്നിട്ട് പോലും ഞാൻ ഓരോന്ന് നടന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരേ കിടപ്പ് കിടക്കുന്നേ ഇല്ലായിരുന്നു. ആ ഒരു സമയത്ത് എനിക്ക് വന്ന കമൻറ്റായിരുന്നു ആ സമയത്ത് ഞാൻ ഇട്ടിരുന്ന വീഡിയോയ്ക്കകത്ത്. നാണമാനം ഇല്ലേ വീട്ടുകാരെയും കൊണ്ട് ഇങ്ങനെ ജോലി ചെയ്യിപ്പിക്കാൻ, വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാൽ മാത്രമേ നിനക്ക് വീട് ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ നിനക്ക് സ്വന്തമായിട്ട് ക്ലീൻ ചെയ്തൂടെ? പിന്നെ വീട്ടിൽ അമ്മയൊക്കെ വിരുന്നിന് വരുന്ന ഒരു സമയത്ത് അവരെ ഇട്ട് ഇങ്ങനെ ജോലി ചെയ്യിപ്പിക്കുന്നത് നിൻ്റെ വേലക്കാരിയാണോ? വേലക്കാരിക്ക് പകരം നിൻ്റെ അമ്മയാണോ നിർത്തി ജോലി ചെയ്യിപ്പിക്കുന്നത്? പുറത്തുനിന്ന് ഒരാളെ നിർത്തിക്കൂടെ ജോലി ചെയ്യാൻ എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരുമാതിരി മോശപ്പെട്ട രീതിയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പലരും. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വിവരം കെട്ട കമൻറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്രയും ഇങ്ങനെ മോശമായിട്ട് നമ്മുടെ അമ്മമാർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേലക്കാരി എന്നുള്ളൊരു ചിന്താഗതിയിലാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മമാർ ഇതുകൊണ്ട് അമ്മയൊക്കെ വന്ന് വീട്ടിൽ ജോലി ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളിങ്ങനെയാണ് വിചാരിക്കുന്നത്, ഓ വേലക്കാരിയാണ് ചെയ്തു തരുന്നതെന്നുള്ള രീതിയിലാണ് വിചാരിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല കേട്ടോ. എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഒരാൾ വന്ന് നിന്ന് 2-3 ദിവസം വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വന്ന് നിന്നിട്ട് എനിക്ക് ഓരോന്ന് ചെയ്ത് തന്നിട്ട് പോയത്. അവർക്ക് എല്ലാ ദിവസവും ഇവിടെ വന്ന് എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്ത് തരാനൊന്നും പറ്റത്തില്ല. ഇതിന് മുന്നേയുള്ള വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും ഈ പറയുന്ന ജോലികളും കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഇതിന് മുന്നേ ഉണ്ട്. 2-3 വർഷമായിട്ട് എനിക്ക് ഈ ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഡിസ്കിൻ്റെ പ്രശ്നമായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് പോലും ഞാൻ അതൊന്നും വകവെക്കാതെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് ആരെയും ആശ്രയിക്കാതെ നിൽക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. ചില സമയത്ത് നമ്മൾ കിടന്നു പോകുന്ന ഒരു സമയത്ത് നമുക്ക് ഒരാളുടെ ആശ്രയം എന്തായാലും വേണ്ടി വരും. ആ സമയത്ത് ഈ പറയുന്ന നാട്ടുകാരും വന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വരത്തില്ല. എൻ്റെ അമ്മമാർ മാത്രമാണ് എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഞാനത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വെളിയിൽ ഒരാളെ ജോലിക്ക് നിർത്തിക്കൂടെയെന്ന്. അങ്ങനെ നിർത്തണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായാലും നമ്മുടെ സാമ്പത്തിക സ്ഥിതി അത് നടക്കത്തില്ല. കാരണം ഞങ്ങൾക്ക് ലോണും പിന്നെ അല്ലാത്ത കടങ്ങളും ഒക്കെ ഉണ്ട്. അതിനോട് വീടിൻ്റെ റെൻറ്റ്, നമ്മുടെ സ്വന്തം വീടൊന്നുമല്ല, നമ്മൾ വാടകയ്ക്ക് നിൽക്കുകയാണ്. അപ്പോൾ വീടിൻ്റെ റെൻറ്റും കാര്യങ്ങളും എല്ലാം അടയ്ക്കണം. അതൊന്നും മുടക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് ഒരാളെ ജോലിക്ക് നിർത്തുന്ന ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ നമുക്ക് നിർത്തണമെങ്കിൽ തന്നെ നമുക്ക് ക്യാഷ് വേണ്ടേ? ഒരാളുടെ വരുമാനം തുച്ഛമായ ഒരു വരുമാനം കിട്ടുന്ന മാസത്തിൽ ആ ഒരു വരുമാനം നമുക്ക് ലോണൊക്കെ അടഞ്ഞു പോയാൽ പോലും ഞങ്ങൾ പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ എങ്ങനെയെങ്കിലും പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാറാണ് പതിവ്. അല്ലാതെ നമ്മൾ എടുത്ത് നമുക്ക് ഒരുപാട് ഇങ്ങനെ മറിക്കാനൊന്നും നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല. പിന്നെ ഈ പറയുന്ന പോലെ എനിക്കൊന്ന് ഒരു ബുദ്ധിമുട്ട് മാറുമ്പോൾ ഞാൻ തന്നെയാണ് എല്ലാ ജോലിയും ചെയ്യുന്നത്. ആ 2-3 ദിവസം വീട്ടിൽ നിന്ന് വന്ന ഒരാളെ എന്നെ അമ്മ വന്ന് ഹെൽപ്പ് ചെയ്തതിനാണ് എനിക്ക് ഇത്രയും പഴി കേൾക്കേണ്ടതായിട്ട് വന്നത്. എന്നാലും ഇത് ഞാൻ വീഡിയോയിൽ പറയത്തില്ല. പിന്നെ അമ്മയൊക്കെ വേലക്കാരി എന്നുള്ള രീതിയിൽ അതിനകത്ത് പരാമർശിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ ഈ കാര്യം പറയത്തില്ലായിരുന്നു. പിന്നെ ഇതുകൊണ്ട് കമൻറ്റ് ചെയ്യുന്ന കുറേ ചേച്ചിമാരും ചേട്ടന്മാരും ഉണ്ട്. അവരോടായിട്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മളും മനുഷ്യന്മാരാണ്, നമുക്കും സങ്കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നു. നിങ്ങളെപ്പോലെയൊക്കെ തന്നെയാണ്. നമ്മൾ ഇങ്ങനെ ഒന്നും അറിയാതെ ആരെക്കുറിച്ചും ഒന്നും പറയരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതും വീട്ടിലിരിക്കുന്നവരെയൊക്കെ എന്തിനാണ് വെറുതെ അതിനകത്ത് വലിച്ചഴയ്ക്കുന്നത്? അവരൊന്നും നിങ്ങളുടെ അടുത്ത് ഒന്നിനും വരുന്നതും ഇല്ല, എടുക്കുന്നുമില്ല. ഈ പറയുന്ന ഞങ്ങളായാലും നിങ്ങളെ ഒന്നിനും ബുദ്ധിമുട്ടിക്കാനോ വരുന്നില്ല. നമ്മൾ വീഡിയോ ഇട്ട് പോകുന്നു, അത്ര തന്നെ. പിന്നെ അതിനകത്ത് നിങ്ങൾക്ക് പബ്ലിക് പോസ്റ്റിൽ കമൻറ്റ് ഇട്ടൂടെ എന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ഇടാം, ഒരു കുഴപ്പമില്ല. പക്ഷേ അത് മനസ്സിലാക്കിയിട്ട് ഇടുക. നമ്മൾ അതിനകത്ത് മോശമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോശമായിട്ടുള്ള കമൻറ്റ്സ് ഇടാം. അല്ലാതെ ഇങ്ങനെ നാട്ടിലുള്ളവരല്ല വീട്ടിലുള്ളവരെയൊക്കെ ഇങ്ങനെ വലിച്ചതിനകത്ത് ഇടാതിരിക്കുക. അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം അത് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ വരുമ്പോൾ മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ നമ്മുടെ ക്ലീനിങ് ഒക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം താഴത്തെ എല്ലാം ഞാൻ ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞ് മുകളിൽ ആ ഒരു സൈഡിലിരുന്ന ഡബ്ബകളെല്ലാം കുറേയൊക്കെ വേണ്ടാത്ത ഡബ്ബകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നെയ്യുടെ ബോട്ടിലൊക്കെ ഇങ്ങനെ തീർന്നതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കുറച്ചേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ പാത്രങ്ങളെല്ലാം അതും ഒന്ന് ഒതുക്കിയൊക്കെ വെച്ചു. അപ്പോൾ താഴെല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. പിന്നീട് മുകളിൽ ആ ഒരു കബോർഡിൻ്റെ ഗ്ലാസ് എല്ലാം ഒന്ന് തുടച്ചൊന്ന് വൃത്തിയൊക്കെ ആക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് അന്നത്തെ ദിവസം വേറെ അവിടെ നിന്ന് തൂത്തതേ ഉള്ളൂ. പിന്നെ തുടച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ പിറ്റേ ദിവസമാണ് അടുത്തത് ബാക്കിയുള്ളത് ക്ലീൻ ചെയ്തത്. കാരണം ഒറ്റ ദിവസം കൂടെ നിന്ന് ചെയ്താൽ പിന്നെയും ഞാൻ കിടപ്പായി പോവും. പിന്നെ ഇതുകൊണ്ട് ബെഡ് റെസ്റ്റിലോട്ട് പോവും. അതുകൊണ്ട് എനിക്ക് അത്രയും ഇത് തന്നെ എനിക്ക് അധികം ഹെവി പണി ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറച്ച് റെസ്റ്റാണ് എടുത്താട്ടോ ഞാൻ അന്നത്തെ ആ ഒരു ജോലിയും തീർത്തത്. അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോഴാണ് പിന്നെ നമുക്ക് പാത്രങ്ങളൊക്കെ വെക്കുന്ന ഒരു സ്റ്റാൻഡ് കഴുകണമായിരുന്നു. ഇത് കുറച്ച് ദിവസം ആയതുകൊണ്ട് അഴുക്കും പൊടിയും ഇങ്ങനെ കയറിയിരിക്കുകയാണ്. നമ്മളത് ഇടയ്ക്കിടയ്ക്ക്
ആഴ്ചയിൽ 1-2 വട്ടമെങ്കിലും അത് കഴുകണം കേട്ടോ. ഇതുകൊണ്ട് കഴുകിയില്ലെങ്കിൽ അതിനകത്ത് ഇങ്ങനെ അഴുക്ക് കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് ഇപ്പോൾ. അതുകൊണ്ട് ഞാൻ അത് ഇടയ്ക്കൊന്ന് കഴുകും. ഇപ്പം ശരിക്കും പറഞ്ഞാൽ 2 ആഴ്ച ആയിട്ടുണ്ടായിരുന്നു കഴുകിയിട്ട്. അങ്ങനെ അതൊന്ന് കഴുകി വെയിലത്തുകൊണ്ട് വെച്ചു. പിന്നെ ഇതാ ഇവിടെ പിന്നെ സിങ്കൊക്കെ ഒന്ന് കഴുകി വൃത്തിയൊക്കെ ആക്കുന്നുണ്ട്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴുകും. പിന്നെ ഇതാ ഇവിടെ ആ കറുത്തിട്ട് ഇളകി വരുന്നത് അവർ ഈ സിങ്കിന് ചുറ്റിനും വെള്ളം ഈർപ്പം താഴോട്ട് വീഴുന്നുണ്ടായിരുന്നു. ഈർപ്പമല്ല, വെള്ളം ഇങ്ങനെ എറ്റി വീഴുന്നുണ്ടായിരുന്നു. അവരന്നേരം അതിനകത്ത് മറ്റേ ക്ലേ പോലത്തെ എന്തോ സംഭവം കേട്ടോ കൊണ്ടുവന്ന് ഒട്ടിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ചെയ്തിരുന്നത്. അതിങ്ങനെ കഴിവും തോറും അത് ഇളകി വരും. എന്തോ കറുത്തിട്ടുള്ള ഒരു ക്ലേ പോലത്തെ ഒരു സംഭവമായിരുന്നു. ഇളകി വരികയും ചെയ്യും. പിന്നീടും അതുകൊണ്ട് എനിക്ക് ആ സിങ്ക് അമർത്തി ഇങ്ങനെ തേക്കാൻ എനിക്ക് പേടിയാണ്. കാരണം നമ്മൾ തേക്കും തോറും അത് ഇളകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാൻ അവിടെ വലിയ രീതിയിൽ ഞാൻ കൈവെക്കാറില്ല. അത് കഴിഞ്ഞ് ഇതാ അവിടേക്കൊന്ന് വൃത്തിയൊക്കെ ആക്കി. പിന്നെ ഇതാ അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി. പിന്നെ ആ ജനലിലിരിക്കുന്ന കവറുകൾ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തതാണ്. പിന്നെ രാത്രിയിൽ നമ്മൾ ചായ ഇടാനും പിന്നെ തൈരിൻ്റെയും പിന്നെ കഴിക്കാനൊക്കെ ഞാൻ പാലെടുത്തിരുന്നു. അതിൻ്റെ കവർ ഞാൻ കഴുകി ഇന്നലെ അങ്ങോട്ട് വെച്ച് കേട്ടോ. അത് ഉണങ്ങി കഴിയുമ്പോൾ ഞാൻ പിന്നെ അവിടുന്ന് എടുത്ത് മാറ്റി വേറെ വെക്കും. കുറേ പേര് ചോദിച്ചായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ കവർ, പ്ലാസ്റ്റിക് അല്ല പാലിൻ്റെ കവർ എന്തിനാണ് കഴുകി വെക്കുന്നതെന്ന്. കഴുകി വെക്കുമ്പോഴത്തേക്ക് അതിനകത്ത് സ്മെല്ല് കാണത്തില്ല. ഇതുകൊണ്ട് പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടി കുറേ ചേച്ചിമാർ വരുമല്ലോ, അപ്പോൾ അവർക്കിടയിൽ കൊടുത്തു വിടാൻ വേണ്ടിയാണ്. നമ്മൾ ഈ കഴുകാണ്ട് വെക്കുകയാണെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും. പാലോ ചായയൊക്കെ വീണ് കഴിയുമ്പോഴേ നല്ല സ്മെല്ല് വരത്തില്ലേ. അപ്പം പിന്നെ പാലിൻ്റെ കവർ ഇങ്ങനെ അടഞ്ഞിരിക്കുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ കഴുകി വൃത്തിയൊക്കെ ആക്കി വെച്ച് ഉണക്കിയിട്ടാട്ടോ അവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ എന്താ കബോർഡ് ഇതിനകത്ത് കഞ്ഞിവെള്ളം രാവിലെ ഞാൻ എടുത്ത് അതായത് അരി അടച്ചിട്ടപ്പം വീണിട്ടുണ്ടായിരുന്നു. പിന്നെ അതും അല്ലെങ്കിലും ഒന്ന് ഇടയ്ക്ക് തുടയ്ക്കും ഞാൻ. നമ്മൾ എടുക്കുന്ന പൊടികളൊക്കെ ഇങ്ങനെ വീഴുകയൊക്കെ ചെയ്യില്ല. അങ്ങനെ ഇതാ കബോർഡൊക്കെ ഒന്ന് വൃത്തിയാക്കി. പിന്നെ എന്താ ഇവിടെ ഇരിക്കുന്നത് അതായത് നമ്മൾ പേപ്പറൊക്കെ നമ്മൾ ഇവിടെ വെച്ചെടുക്കുന്ന പേപ്പറൊക്കെയാണ്. പിന്നീട് ഞാൻ കവർ ഇതായതുകൊണ്ട് കവറിനകത്ത് ആക്കി വെക്കും. അതാണ് കേട്ടോ. എന്നിട്ട് എടുത്ത് ഞാൻ നമുക്ക് വേറെ കവർ വെക്കുന്നൊരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ട് വെക്കും. നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ അവിടെ കൊണ്ട് വെക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ടൊരു കുഞ്ഞു കവർ ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് ഇറക്കി വെക്കും. പിന്നെ കുറേ പേര് കമൻറ്റ് ഇതിനകത്ത് ചെയ്യുന്നുണ്ടായിരുന്നു, അതിൻ്റെ കീഴിലൊക്കെ കവർ എന്തിനാണ് കുത്തിക്കയറ്റി വെച്ചേക്കുന്നത്. എൻ്റെ ഇഷ്ടമല്ലേ കവറൊക്കെ വെക്കുന്നത്. എനിക്ക് സൗകര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതൊട്ട് ഞാൻ വൃത്തിയാക്കുമ്പോൾ എടുത്ത് അപ്പുറത്തുകൊണ്ട് വെക്കും. അതുവരെ നമ്മൾ എല്ലാം ഓരോ കവർ കിട്ടുമ്പോഴും എടുത്ത് അങ്ങോട്ട് വെക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ അടുക്കി ഇങ്ങനെ വെക്കും. ഓരോ കവറിനകത്താക്കിയിട്ട് ചെറിയ കുഞ്ഞു കവറുകളൊക്കെ കാണത്തില്ല, അതെല്ലാം ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കെട്ടി വെച്ചേക്കും. പിന്നെ അവർ വരുമ്പോഴത്തേക്ക് നമ്മളത് എടുത്ത് കൊടുക്കും. പിന്നെ അതിനകത്ത് പ്ലാസ്റ്റിക് കത്തിക്കരുതെന്ന് പറഞ്ഞ് പ്ലാസ്റ്റിക് അല്ല കത്തിക്കുന്നത് കേട്ടോ. ഞാൻ അത് കത്തിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല. നമ്മൾ ഈ ഫുഡൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് പൊതിഞ്ഞ് തരുന്ന ഒരു വെള്ള ടൈപ്പ് ഒരു പേപ്പറുണ്ട്, കവറല്ല പേപ്പറുണ്ട്. ആ ഒരു പേപ്പറാണ് നമുക്കിപ്പോൾ ദൂരെ നോക്കുമ്പോൾ അത് കവറായിട്ട് കാണുന്നത്, അല്ലാതെ കവറല്ല കത്തിക്കുന്ന ആ ഒരു പേപ്പറാണ്. നമുക്ക് നോക്കുമ്പോൾ വിചാരിക്കില്ല മറ്റേ 50 പൈസ രൂപയ്ക്ക് കിട്ടുന്ന കിറ്റ് ഉണ്ടല്ലോ അതാണെന്ന് തോന്നും. പക്ഷേ അതല്ല കേട്ടോ, നമ്മൾ പേപ്പറാണ് കത്തിക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെയൊക്കെ ഒന്ന് തൂത്തൊക്കെ വാരി ഒന്ന് വൃത്തിയാക്കി. ഇനി തുടയ്ക്കണം. ഇന്നലെ നമ്മൾ തുടച്ചില്ലായിരുന്നല്ലോ, അതുകൊണ്ട് പിന്നെ ഇന്ന് ഒന്നും കൂടെ ഒക്കെ ഒന്ന് തൂത്തൊക്കെ വാരി. അത് കഴിഞ്ഞ് അവിടെ നിന്നൊക്കെ ഇതൊക്കെ എടുക്കുമ്പം തന്നെ പിന്നീടും പൊടികൾ വരും. അതുകൊണ്ട് ഇന്ന് തുടയ്ക്കാമെന്ന് പറഞ്ഞ് ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ തുടയ്ക്കുമ്പോഴത്തേക്ക് നേരത്തെ നമ്മൾ എടുത്തില്ലേ ഒരു ലിക്വിഡ് നമ്മൾ ഉണ്ടാക്കിയ, അത് നമുക്ക് വെള്ളത്തിൽ ഒഴിച്ചിട്ട് നമുക്ക് ഫ്ലോർ ക്ലീനിങ് ഒക്കെ ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ ക്ലീൻ ആവുകയും ചെയ്യും, നല്ലൊരു മണമൊക്കെയാണ്. പിന്നെ ഞാനത് വാനില എസൻസ് യൂസ് ചെയ്തത് എൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതായിട്ടോ. അത് ഡേറ്റ് കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അത് വെറുതെ എടുത്ത് ചീത്തയാക്കണ്ടല്ലോ. അന്നേരം നമ്മളിങ്ങനെയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ എടുക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഈ ഓയിലൊക്കെ നമുക്ക് മണമുള്ളതൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പുൽത്തൈലും അങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിട്ട് നല്ല മണമൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും. കുറേ പേര് പറഞ്ഞായിരുന്നു പുൽത്തൈലൊക്കെ നമ്മൾ ഒഴിച്ച് ക്ലീൻ ചെയ്യുവാണെങ്കിൽ ഈ പല്ലിയും പാറ്റിയൊന്നും വരത്തില്ല. ഞാൻ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ എവിടെ 1-2 അടുത്ത് ചോദിച്ച് നോക്കി, പക്ഷേ കിട്ടിയിട്ടില്ല. കിട്ടുവാണെങ്കിൽ ഒരെണ്ണം മേടിച്ച് വെക്കണം എന്നും പറഞ്ഞ് ഇരിക്കുക കേട്ടോ. പിന്നെ ബോട്ടിൽസൊക്കെ ഇന്നലെ ഞാൻ കഴുകി വെച്ചിരുന്ന കേട്ടോ, ഓയിൽ ബോട്ടിലൊക്കെ. അതൊക്കെ ഒന്ന് ഉണങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നാണ് ഞാൻ പിന്നെ ഓയിലൊക്കെ ഒഴിച്ച് വെച്ചത്. പിന്നെ കുറച്ച് പുളി ചെറിയൊരു ബോട്ടിലിനകത്താക്കി വെക്കുന്നുണ്ട്. നമുക്ക് അതായത് പെട്ടെന്ന് കറിക്ക് ആവശ്യത്തിന് വേണ്ടി എടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ബോട്ടിലിനകത്താക്കി വെക്കുന്നു. പിന്നെ ഈ പുളിയുടെ ഒരു മണം കേൾക്കുമ്പോൾ നമുക്ക് വായിലൂടെ ഇങ്ങനെ വെള്ളം വരുമല്ലോ, എനിക്കങ്ങനെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അത് തൊട്ട് കുറച്ച് വായിൽ വെച്ചില്ലെങ്കിൽ ഭയങ്കര മനസ്സമാധാനക്കേടാണ്. നല്ല പുളിയാണെങ്കിലും നമ്മൾ കുറച്ച് കഴിച്ചു പോവും. അത്രയ്ക്ക് നമുക്കെന്തോ അത് കാണുമ്പോൾ തന്നെ ഒരു കൊതി വരും. എനിക്കങ്ങനെ കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയാണോ എന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ കുറച്ച് കുരുമുളക് ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചെറിയ ഈ ബോട്ടിലിനകത്താക്കിയായിട്ട് വെക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അങ്ങനെ എടുത്ത് ഇങ്ങനെ കുറച്ചായിട്ട് ഇടാമല്ലോ. അങ്ങനെ ചെറിയ ബോട്ടിലിനകത്താക്കി പൊടികളെല്ലാം വെച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ കിച്ചൺ ക്ലീനിങ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ.